ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. ഏറെ സ്നേഹനിധികളായ ഉസ്താദുമാർ, മറ്റെന്റെ ശബ്ദത്തിന് കാതോർക്കുന്ന പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, അജ്ഞത മുറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീയും മദ്യവും ജീവിതത്തിന്റെ ഭാഗമായി ലയിച്ചു ചേർന്ന ഒരു സമൂഹത്തിലേക്ക്, തനിക്ക് ജനിക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടുകൂടെ കൊഴിച്ചു മൂടിയിരുന്ന ഒരു കാട്ടാള സമൂഹത്തിന് മുൻപിലേക്കാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുന്നത്. അങ്ങനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാരുണ്യമെന്ന അധ്യായനം കൊണ്ട്, കാരുണ്യമെന്ന അധ്യായനത്തെ ആ ഒരു ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ഒരു സമൂഹത്തെ ഒരു നക്ഷത്ര തുല്യമാക്കി മാറ്റുകയാണ്. ഇതാർക്കാണ് സാധിക്കുക? ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ വലിയ കലാപങ്ങളും യുദ്ധങ്ങളും കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഭൂജാതനാകുന്നത്. അവിടുന്ന് മാറ്റിയല്ലേ ആ സമൂഹത്തെ ഒരു നക്ഷത്ര തുല്യമായ ഒരു കണക്കെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും അത് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ചെറിയ പിഞ്ചോമനകളോടും മുതിർന്നവരോടും സമപ്രായക്കാരോടും എന്തിന് മറ്റു സഹജീവികളോട് പുറമെ മറ്റുള്ള എല്ലാ ജീവികളോടും ഒരുപോലെ കാരുണ്യം കാണിച്ചിരുന്ന ഹബീബുനാ റസൂലുള്ളാഹി, എന്തിനേറെ പറയുന്നു, അവരുടെ ശത്രുക്കളോട് പോലും അവിടുന്ന് എന്തുമാത്രമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യം കാണിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആ ഒരു ആയത്തിനിക്ക് എത്രത്തോളം മഹത്തരമായിട്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജീവിച്ച് കാണിച്ചത്. ഇതാണ് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ അങ്ങയെ നിയോഗിച്ചിട്ടില്ല. ആ ഒരു അല്ലാഹുവിൽ നിന്നുള്ള ആ ഒരു കൽപ്പന, അല്ലാഹുവിൽ നിന്നുള്ള ഒരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനു മുൻപൊക്കെ തന്നെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണിച്ചു വന്നിരുന്ന കാരുണ്യം, അവിടുത്തെ ജീവിതാവസാനം വരെ അവിടുന്ന് കാണിച്ചു വന്ന കാരുണ്യം പറഞ്ഞാൽ തീരുമോ സുഹൃത്തുക്കളെ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുഞ്ഞിനോട് കാണിച്ച സ്നേഹത്തിന്റെ, അല്ലെങ്കിൽ അവിടുന്ന് ഒരു കുഞ്ഞിനോട് കാണിച്ച കാരുണ്യത്തിന്റെ കഥ പറയുമ്പോൾ, മദീനയിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ സന്തോഷം കണ്ടെത്തിയിരുന്ന, ആ കുഞ്ഞ് ആനന്ദം കണ്ടെത്തിയിരുന്നത് പക്ഷികളെ വളർത്തിക്കൊണ്ടായിരുന്നു. ആ പൊന്നുമോന്റെ കയ്യിൽ ഒരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു. അവിടുന്ന് ആ പൊന്നുമോനോട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, യാ അബാ ഉമൈർ മാ ഫഅല നുഐർ. ഓ അബാ ഉമൈറേ, ഓ പൊന്നുമോനെ, നിന്റെ പക്ഷിക്കെന്തു പറ്റി, നിന്റെ കുഞ്ഞു പക്ഷിക്കെന്തു പറ്റി, സുഖമായിരിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ആ കുഞ്ഞ് മറുപടി പറയുന്നത്,
നബിയെ, ഞാൻ ആ പക്ഷിയെ സ്നേഹിക്കുന്നുണ്ട്. ആ പക്ഷിയുടെ ദാഹമകറ്റാൻ തെളിനീര് കൊടുക്കുന്നുണ്ട്. ആ പക്ഷിയുടെ വിശപ്പകറ്റാൻ ഞാൻ ധാന്യമണികൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ അബാ ഉമൈർ, ഓ പൊന്നുമോനെ, നിന്റെ പക്ഷി കുഞ്ഞെവിടെന്ന് ചോദിച്ചപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കി ദുഃഖിച്ചു നിൽക്കാനല്ലാതെ ശങ്കിച്ചു നിൽക്കാനല്ലാതെ മറുപടിയൊന്നും പറയാൻ ആ പൊന്നുമോന് സാധിച്ചില്ല. ആ ദുഃഖിച്ചു നിൽക്കുന്ന മോന്റെ മനസ്സിലുള്ളതിനെ മനസ്സിലാക്കി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ കുഞ്ഞിന്റെ പുറത്തൊന്ന് തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, പൊന്നുമോനെ, എന്ത് പറ്റി നിന്റെ പക്ഷിക്ക്? നീ എന്തിനാണ് ദുഃഖിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ആ കുഞ്ഞ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ആ പക്ഷിക്കുഞ്ഞ് ചത്തുപോയി, ആ പക്ഷിക്കുഞ്ഞ് മരിച്ചുപോയി എന്ന കുഞ്ഞ് നിഷ്കളങ്കമായി മറുപടി പറഞ്ഞപ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുഞ്ചിരി ദുഃഖിച്ചു നിന്നിട്ടില്ല, അല്ലെങ്കിൽ അവിടുന്ന് കളിയാക്കി ചിരിച്ചിട്ടില്ല. പകരം ആ കുഞ്ഞുമോനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. മറ്റൊരു ചരിത്ര സംഭവം എടുത്താൽ ശത്രു സൈന്യം അവിടുന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപഹാസ്യത്താൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ, ആക്ഷേപഹാസ്യം നിറഞ്ഞ സ്വരത്തോടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണെ തന്നെ അവിടുന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് മറുപടി കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ ആയിഷ, അരുത് അരുത്, അത് നമ്മുടെ രീതിയല്ല. മറുപടിക്ക് വീണ്ടും മറുപടി കൊടുത്ത് നമ്മുടെ ജീവിതം നാം കളഞ്ഞു കുടിക്കരുത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം പറഞ്ഞാൽ തീരുകയില്ല. ത്വായിഫിലെ തെരുവീതിയിലൂടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്നപ്പോൾ കല്ലെറിഞ്ഞപ്പോൾ പൊടിഞ്ഞുന്ന ചോരയും സാക്ഷിയാക്കി നബി തങ്ങൾ അവിടുന്ന് മാപ്പ് ചോദിക്കുകയാണ് ഉണ്ടായത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കാരുണ്യം എന്ന മഹത്തായ അധ്യായം നാം പാഠമാക്കണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി മഹബത്ത് വെക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടുത്തോട് കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സമയദൈർഘ്യം കാരണത്താൽ അധികമൊന്നും പറയാതെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.